ഡേ മനസ്സിനൊരു ബേജാറ് എന്താന്നറിയില്ല. നമ്മക്കും ഉണ്ട്. കുട്ടികളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യോ? സ്വന്തം കൂടപ്പറപ്പിന്റെ നേരെ ചുറ്റു കയർത്താന്നൊക്കെ പറയുമ്പോ ഇമ്പൾ അസൈനാരാണ് അങ്ങനെ ചെയ്തതെങ്കിലോ? മസാടി, സത്യത്തിൽ ഇന്നലെ എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഒന്ന് കണ്ണ് മാളി വരുമ്പം മനസ്സിൽ വരുന്നത് ആ ചെക്കനെ, ഓൻ്റെ അനിയനില്ലേ, ആ പിഞ്ച് പൈതലിനെ ചുറ്റുകൊണ്ട് അടിക്കുന്നത്. അത് കഴിഞ്ഞ് ഓൻ്റെ ഉമ്മാനടിക്കുന്നു. ഓരോന്ന് തെളിഞ്ഞു വരിക. ഓൻ്റെ വാപ്പാൻ്റെ ഉമ്മാനെ, ആ പ്രായമുള്ള സ്ത്രീനെ അടിക്കുന്നു. ഓൻ ഇഷ്ടപ്പെട്ട് വന്ന ഒരു പെൺകുട്ടീനെ തല്ലുന്നു. സത്യത്തില് ഇതൊക്കെ ആലോചിക്കുമ്പോണ്ടല്ലോ ചങ്ക് പെടയ്യ. അപ്പൊ സത്യത്തില് അസൈനാർക്കാറ്റാ അങ്ങനെ തോന്നിയത് എനിക്ക് തോന്നിപ്പോയിന്നേ. അങ്ങനെ നിങ്ങൾ ഓനൊന്ന് ഓർത്തല്ലോ. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങളൊന്ന് ഓനൊന്ന് വിളിച്ചു നോക്കിന്നേ. നമ്മള് വിളിച്ച ഓന് പ്രാന്തളയിക്കല്ലേ, നമ്മൾ വിളിച്ച ഓനെ എടുക്കുവോ? നിങ്ങളല്ലാണ്ട് ഈ സമയത്ത് ഓനെ ആരെ വിളിക്കാനാ? നിങ്ങൾ പറഞ്ഞാലോ ഓൻ കേൾക്കും. നിങ്ങൾ ഓനെ വിളിച്ച് ഞാൻ എന്റെ ഫോണിൽ വിളിക്കാം. നിങ്ങൾ സംസാരിക്കുമ്പോ ഓന്റെ മനസ്സൊക്കെ ഒന്ന് തണുക്കും. ഓ നമ്മളെ ബൈക്ക് വരും. ഓ റിങ് ചെയ്യുന്നുണ്ടോ? മോനെ വാപ്പയാടാ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വാപ്പാ. എനിക്ക് എന്നെ പേടിച്ചിട്ടാണ് ഞാൻ വിളിക്കാണ്ടിരിക്കുന്നത്. ഇപ്പൊ ഓരോന്ന് കേൾക്കുമ്പോ എന്നെ വിളിക്കണം തോന്നിട്ട് വിളിച്ച. ഈ ഒന്നും ഇങ്ങോട്ടൊന്നും പറയല്ലേ, ഞാൻ പറയുന്ന ഈ ഒന്ന് കേക്ക്. ഞമ്മക്ക് വലിയ പഠിത്തമൊന്നുമില്ലടാ. ഉള്ള പഠിത്താണെങ്കിൽ കിതാബ്. ഞാൻ എൻ്റെ ഭാഗത്തൊന്നും ചിന്തിച്ചില്ല. എൻ്റെ മനസ്സിൽ എന്താണെന്ന് ഞാൻ അറിഞ്ഞില്ല. നമ്മളെ വയ്യ മാത്രം. അതാ എനിക്ക് പറ്റിയ തെറ്റ്. വാപ്പ, അങ്ങക്ക് എന്റെ വിഷം പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു മൊയ്ലിയന്മാരല്ല, ഒരു ശൈത്തന്മാരാണ്. നമ്മുടെ തെറ്റ് പറ്റിയത്. എൻ്റെ ഇഷ്ടക്കേടോ ഒന്നും ഞാൻ നോക്കിയില്ല. വാപ്പാ, എന്തേലും ചോദിച്ചാൽ ഒരിക്കൽ അപ്പ ആളുകളകും. വായിക്കുമ്പോ സംശയം ഉണ്ടാവില്ലേ? സംശയം തീർത്തേരന്റെ ഓരോ കടമയല്ലേ? എന്റെ വിവരക്കോടാണ്ടത് ഈ അങ്ങോട്ട് കണക്കാക്കിയാൽ മതി. പകരം അടിയാണ്. മുറി പൂട്ടിയിട്ട് കൂട്ടത്തോടെ അടിക്കൂ. പടച്ചോനെ, അനക്ക് എന്നെ വിളിച്ചുവിടാൻ പാടില്ലായിരുന്നു. എനിക്ക് മതം പഠിച്ച് മതിയായി വാപ്പാ. ഇനിയും പഠിച്ച് ഞാൻ മുർത്തതാവും. എൻ്റെ ഇഷ്ടത്തിന് എന്താന്ന് വെച്ചാൽ ഈ ചെയ്തോ. ബാപ്പ ഇനി ഒന്നിനും എതിര് നിൽക്കൂല. ബാപ്പാനെ എനിക്കറിയാലോ. ബാപ്പാക്ക് വലിയ പഠിത്തമൊന്നുമില്ല. പഠിക്കണം കൊതിയില്ലാഞ്ഞിട്ടല്ല, പഠിക്കാൻ പറ്റിയില്ല. എൻ്റെ ബാപ്പാക്ക് അതിനുള്ള പാങ്ങുണ്ടായിരുന്നില്ലടാ. ബാപ്പ മരയിലാൻ പോകും. മരയിരുന്നുണ്ടാക്കുന്ന പൈസ കൊണ്ടാണ് നമ്മളെ വലിയ കുടുംബമൊക്കെ അങ്ങനെ കഴിച്ചു കൂട്ടിയത്. ബാപ്പാന്റെ സങ്കടം കണ്ടപ്പം ബാപ്പാന്റെ കൂടെ മരയിലാൻ നമ്മളും പോയി. നമ്മൾ താഴെ നിന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കും. മൂപ്പര് മേലെന്ന് വലിക്കും. അങ്ങനെ മേലെയും താഴെയായിട്ട് മരയിരുന്ന് പിന്നെ മീൻ കച്ചവടത്തിന് ഇറങ്ങി. എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ വാപ്പ ചെയ്ത്. അങ്ങനെ അപ്പൊ പിന്നെ പൈസേനോട് അങ്ങോട്ട് കൊതി കൂടി. കിട്ടിയ പൈസയൊക്കെ നമ്മളെന്ത് ചെയ്ത് കൂട്ടി വെച്ച് ആർക്കും കൊടുക്കാണ്ട് കൂട്ടി അങ്ങനെ ഒരു പിശുക്കനായിപ്പോയിന്ന്. പിശുക്കനായിപ്പോയപ്പോ പിന്നെന്താ, അത് നമ്മള് ഈ പൈസേനോടുള്ള ആർത്തി തന്നെയാണ്. അപ്പൊ പിന്നെ എൻ്റെ ഇഷ്ടമൊന്നും നമ്മൾ ഓർത്തില്ല. ഈ അനി എന്താ, അനക്കെന്താ പഠിക്കേണ്ടത് ഈ പറഞ്ഞു. വാപ്പാന്റെ അടുത്ത് അതിനുള്ള പൈസ ഉണ്ടോ? പൈസന്റെ കാര്യമൊന്നും ഈ ആലോചിക്കണ്ട. അതിന്ന് വരും, നാളെ പോകും. നമുക്ക് ഇനി ഉണ്ടാക്കാലോ. പടച്ചവൻ സഹായിച്ചിട്ട് വാപ്പാക്ക് ഇപ്പോൾ ഒരു കുറവില്ല. നമ്മളെ എൻ്റെ ഏട്ടന്മാരൊക്കെ ദുബായിലും അവിടെ ഇടയ്ക്കല്ലേ. ഇനിയിപ്പോൾ എൻ്റെ അടുത്തില്ലെങ്കിൽ ഓരൊക്കെ സഹായിക്കടാ. ഇനി അതിനൊന്നും ബേജാറാവും. ഇനി വാപ്പാന് ഒരു കാര്യം മാത്രം എനിക്കൊരു ഉറപ്പ് തരണം. എന്താണെന്നറിയോ? മനസ്സ് മടുക്കുമ്പം വേണ്ടാത്തതൊക്കെ ഓരോന്ന് വാങ്ങി വലിച്ച് കയറ്റരുത്. ഒന്നിനും അടിമയായിപ്പോരുത്. ഇപ്പോൾ ഓരോ ചെക്കന്മാരെ ഗതി കണ്ടിട്ട് പാപ്പാക്ക് തോന്നിയതാ. നീ ഒന്നും ചെയ്യില്ല കേട്ടോ. അങ്ങനത്തെ ഒന്നും ചെയ്യരുതേ. ഇല്ലപ്പാ, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. നീ ഇങ്ങോട്ട് വാ. വെള്ളിയാഴ്ചയാണ്. നീ വെള്ളിയാഴ്ച വന്ന് പാത്തുവിനെ കൂട്ടി കൊണ്ടുപോയി. എന്നിട്ട് നീ തീരുമാനിക്ക്, എന്താ വേണ്ടെന്ന് തീരുമാനിക്ക്. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കൂടെ കേട്ടോ. ഞാൻ ഒന്നും കൂടി എന്നോട് പറയാട്ടോ. അതൊന്നും ചെയ്യില്ല മക്കളെ. പാപ്പാനോടൊന്നും പുറത്താളും. അത്രയ്ക്ക് മതിയടാ. വെക്കട്ടെ വാപ്പ. ശരി വാപ്പാ, ഞാൻ വെള്ളിയാഴ്ച വരാം. അസ്സലാമു അലൈക്കും. അണക്കെട്ട് പൊട്ടിയില്ലേ?
പൊട്ടി. അത്രേ ഉള്ളൂ. നമ്മുടെ തെറ്റ് നമ്മൾ സമ്മതിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. എല്ലാവർക്കും അറിയാവുന്ന ഒരു കോയുണ്ട്, ഒരു പ്രമാണിക്കോയ. അതിനു മുമ്പ് വേറൊരു കോയ ഉണ്ടായിരുന്നു, ആർക്കും വേണ്ടാത്തൊരു ബെടക്ക് കോയ. നമ്മൾ ഒരുപാട് കുയ്യിലൂടെ ചാടി ചാടിയാ വന്നത്. അങ്ങനെ കുയ്യി ചാടി വന്ന് നമ്മളൊരു കുയ്യായിപ്പോയി. പഠിക്കണമെന്ന് ബുദ്ധിണ്ടായിരുന്നു, പഠിക്കാൻ പറ്റിയില്ല. പിന്നെ മൊയ്ലാമാര് പറഞ്ഞ വയലും കേട്ട് മതപ്രാന്തനുമായി. എന്താപ്പ ചെയ്യാ? ഇനിയിപ്പോ ഓന്റെ ഇഷ്ടം എന്താ വെച്ചാ അത് ചെയ്യട്ടെ. സാരല്ല, നിങ്ങൾ അതൊക്കെ വിടി. അതുകൊണ്ട് എന്താ നിങ്ങളിപ്പൊ ഇച്ചിരി നല്ല മനുഷ്യനൊക്കെ അയക്കുന്നേ. അതെ, നമ്മടെ കൈബാണേ. എന്റെ കൈ പിന്നെ സമ്മതിച്ചു. നമ്മടെ കൈബന്നെയാ. അതിനിപ്പോ എന്താ വേണ്ടത്? ഞമ്മക്കൊരു കുഴിമന്തി. ഒരു കുഴിമന്തിയോ? പിന്നെ എന്റെ ഈ ശരീരത്തിലേക്ക് ഒരു കുഴിമന്തി എന്താ വനടി? ഒരു 4 എണ്ണെങ്കിലും വേണ്ടേ? അത് വാങ്ങിച്ചില്ല, എനിക്ക് സൗകര്യമില്ല. അങ്ങനെയുള്ള പറയുന്നത് പിസുക്ക് വേണ്ടടുത്ത് പിസുക്ക് വേണം. അനാവശ്യമായിട്ട് ഈ കുഴിമന്തിയൊക്കെ മേടിച്ചിട്ട് അല്ലെങ്കിൽ തന്നെ എന്റെ ഇങ്ങനെ വീർത്തിരിക്കുക. അത് പൈസ കളയണം. അത് വിടി. ഇന്നെന്തായാലും നല്ലൊരു കാര്യം നടന്നതല്ലേ. നിങ്ങളൊരു കൊച്ചു നല്ല മനുഷ്യനൊക്കെ ആയതല്ലേ. അതുകൊണ്ട് നമ്മുടെ സൈനൂസ് കിച്ചന്റെ ഭാഗ കോഴി ബിരിയാണി. അപ്പോ അത് വേണം. ഒരു ബിരിയാണിയോ? 2 ബിരിയാണി ആയിക്കോട്ടെ, 2 ബിരിയാണി ആയിക്കോട്ടെ. എടി, ഈ ബിരിയാണി ഇങ്ങനെ കഴിച്ചാല് എന്റെ തടി എവിടെ എത്തും? നമ്മളെന്തായാലും നമ്മളെ ഭാരമൊക്കെ ഇറക്കി വെച്ചു. നമ്മളെ ഭാരം ഒന്ന് ഇറക്കി വെക്കണുണ്ട്. അല്ലോ, എന്റെ ഭാരം ഇറക്കി വെക്കാൻ കലാശികളെ വിളിക്കേണ്ടി വരടി. ഒരു കലാശയും കുലാശയും ഒന്നും വേണ്ട. നമ്മളെ ഭാരം ഇറക്കാൻ ഞമ്മക്കറിയാം. എങ്ങനെ? നമ്മള് നാളെ മുതൽക്ക് യോഗ ചെയ്യാൻ പോവാണ്. യോഗ? എങ്ങനെ? ഇങ്ങനെ കണ്ടോളി. ഓ ഷിർക്കാണ്, അത് ഷിർക്കാണ്. അത് ഹിന്ദുക്കളുടെ മന്ത്രാണ്. എനിക്കറിയാത്ത നിങ്ങളെ മന്ത്രം നിങ്ങൾ പറഞ്ഞു. മന്ത്രം എന്താ പറയാ? ഒരു കാര്യം ചെയ്യ്. അലിഫ് ലാം മീം അങ്ങോട്ട് പറഞ്ഞു. ഒന്ന് പറഞ്ഞേ. അലിഫ് ലാം മീം. അതില്ലാ ഒന്നങ്ങളൊന്ന് താത്തി പിടിച്ചേ. അലിഫ് ലാം മീമിലെ ലാ താത്തി പിടിക്കണോ? അല്ലാ, ഹലാക്കിന്റെ അവലും കഞ്ഞിയായല്ലോ. എങ്ങനുണ്ട്?